നമ്മുടെ 8 ഫീറ്റിൻ്റെ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് മിക്കവാറും അതിൽ 8ൻ്റെ റിങ് അല്ല അത് വെച്ച് താത്തുകൊണ്ടിരുന്നത്. ഞാനത് 7ൻ്റെ ആയിരിക്കും വെച്ച് താക്കുന്നത്. അതിൽ നമുക്ക് എന്താകുമെന്ന് നോക്കാം. എത്ര വെള്ളമുണ്ട് കൊച്ചുമോനെ? അപ്പോൾ അതിൽ കൂടെ വേണം. 4 റിങ്ങായപ്പം 6 അടി. 60 അടിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ അതിൽ കൂടുതലാവും എന്നാണ് തോന്നുന്നത്. നമ്മുടെ ഈ കിണർ നിർമ്മാണം എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകത ഏത് മെഷീനറീസ് ഉണ്ടായാലും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സ് പണിക്കാരുണ്ടാവണം. അവരാണ് ഈ പണിയുടെ ആണിക്കൽ എന്ന് പറയുന്നത്. കാരണം നമുക്ക് മെഷീൻസ് ക്രെയിന് അങ്ങനെയുള്ള മെഷീൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ റിങ് വെച്ചിട്ട് താത്ത് പോകുമ്പോൾ അത് ചെയ്യാൻ നല്ല അനുഭവമുള്ള പണിക്കാരാണ് വേണം ഈ പണി ചെയ്ത്, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഈ പണികളുടെയൊക്കെ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ വാഹനങ്ങളാണ് ഒമിനി, ക്രെയിൻ അല്ല. ഇതിപ്പോൾ ഈ ഒരട്ടി ആയിട്ടിരിക്കുന്നതിനാൽ 3 റിങ്ങാണ് 1.5 അടിയുടെ. അതായത് 4.5 ഫീറ്റ് ഹൈറ്റാണ് ഈ ഒരട്ടിക്ക് വരുന്നത്. ഏകദേശം 60 ഫീറ്റ് നമ്മൾ വാർത്തിട്ടിരുന്നു. ഇവിടെ കറണ്ടില്ല, അതുകൊണ്ടാണ് ഈ ജനറേറ്ററിൻ്റെ സൗണ്ട് കേട്ടോ. കറണ്ടിലൂടെ ജനറേറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ വെള്ളം കാലിയൊക്കെ മോട്ടോർ വർക്ക് ചെയ്യുന്നത്. ഇനി 21, 4, 25, 25, 4, 25, 4 ആയപ്പോൾ 30 ഫീറ്റ് റിങ്ങ് നമ്മൾ ഇറക്കാനുണ്ട് ഇവിടെ 8ൻ്റെ. അപ്പോൾ ഇന്നിപ്പോൾ ഇതിനകത്തേക്ക് ചെയ്യാൻ വന്ന 7ൻ്റെ താക്കാൻ പറ്റും. മറ്റേത് ടൈറ്റായിപ്പോയി. മണ്ണ് കണ്ടില്ലേ, പല സൈസ് വെറൈറ്റി മണ്ണുകളാണ്. അതിൽ ഈ ചുവന്ന മണ്ണ് നമ്മൾ രക്തചന്ദനം പോലുള്ള മണ്ണാണ്. ഇത് ചേടിയാണ് ടൈപ്പ്. ചേടി മണൽ പോലെ തോന്നും. ഇവിടെ വലിയൊരു ബിൽഡിങ് വരാൻ, അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളമെല്ലാം ഈ കിണറിൽ നിന്ന് തന്നെ എടുക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരാം. ഓക്കെ.